എറണാകുളത്ത് കളമശ്ശേരിക്ക് സമീപത്തായി നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം ദൂരത്തിലായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരിക്ക് സമീപത്തായിട്ടാണ്. നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ടിൽ നിന്ന് വെറും 150 മീറ്റർ മാത്രം ദൂരത്തിലായി 3 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് പൂർത്തീകരിച്ചിരിക്കുന്നതും. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കളമശ്ശേരി നഗരത്തിനോട് തൊട്ടുചേർന്നാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നതും. ഇന്റർലോക്ക് പാകിയ വീതിയുള്ള വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന മനോഹരങ്ങളായിട്ടുള്ള CNC കട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള കാർ പോർച്ചിലേക്കാണ്. വലിയൊരു വാഹനം തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ കാർ പോർച്ചിലും മുൻഭാഗത്തുമായി ലഭ്യമാണ്. കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളതും. ഭംഗിയുള്ള ഒരു ഗാർഡൻ ഏരിയയെല്ലാം ടെക്സ്ചർ വർക്കുകൾ നൽകി ഈ ഭാഗത്ത് സംവിധാനിച്ചിരിക്കുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് 100 മീറ്ററും നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 150 മീറ്ററും തൊട്ടടുത്തുള്ള മെട്രോ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2.5 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3.25 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും ഇടപ്പള്ളി ലുലു മാളിലേക്ക് 11 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. 2018-ലെയും 2019-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും. നമുക്കിനി ഈ മനോഹര വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായി ഹിഡൻ ടൈപ്പിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭംഗിയുള്ള ഒരു ഷൂറ കൂടി നമുക്ക് ലഭ്യമാണ്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. 3 സെൻറ്റിലാണോ ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ വിശാലമായിട്ടാണ് നമുക്ക് ഈ വീടിൻ്റെ ഇന്റീരിയർ ഭാഗത്തെ എല്ലാ ഭാഗങ്ങളും അനുഭവവേദ്യമാവുക. ലിവിംഗ് ഏരിയ സ്പേസിൽ ഏതൊരു വലിയ സിറ്റിയെയും ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള വിശാലത നമുക്ക് ലഭ്യമാണ്. മനോഹരമായിട്ടുള്ള ബ്ലൈൻഡ്സുകളും കർട്ടൻസും നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു TV യൂണിറ്റ് മൾട്ടിവുഡിൽ തന്നെ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. വീടിനകത്തേക്ക് കയറിയാൽ നല്ല രീതിയിലുള്ള വിശാലത നമുക്ക് അനുഭവവേദ്യമാകും. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാവുന്ന ഒരു പാഷിയോ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. 12ഓളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഡൈനിങ് ഏരിയ സ്പേസിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി ഒരു ഭിത്തി നിറയത്തക്ക രീതിയിൽ വലിയൊരു വാഷ് കൗണ്ടറാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ജാഗ്വാറാണ് ഈ ഭാഗത്ത് ബ്രാൻഡിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. മൊറോക്കൺ ടൈലുകൾ പതിപ്പിച്ച ഈ ഭാഗത്തെ ദൃശ്യമനോഹാരിത ഒന്ന് വേറെ തന്നെയാണ്. ഈ വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാനുള്ള സൗകര്യത്തിലുള്ള കിച്ചൺ സൗകര്യമാണ് ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത്. തീം ബേസ്ഡായിട്ടുള്ള ഒരു മോഡുലാർ കിച്ചണാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. കിച്ചൺ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ചെറിയൊരു യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമും അടങ്ങുന്നതാണ് വീട്ടിലെ ബെഡ്റൂം പ്ലാൻ.
ഏകദേശം 14 അടി നീളവും 12.5 അടി വീതിയിലുമാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വുഡൻ പാറ്റേണോട് കൂടിയിട്ടുള്ള ടൈലുകളാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെയർ വാളിലായി വലിയൊരു പാർട്ടീഷൻ നൽകിയിരിക്കുന്നതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ഈ വീട്ടിൽ ലഭ്യമാണ്. ഭംഗിയാർന്നിട്ടുള്ള വാൾപേപ്പറുകൾ സഹിതമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഹോൾ കണക്കെയാണ് ഈ ഭാഗവും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ഭാഗവും ഈ ഭാഗത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് അത് സമാനമായിട്ടുള്ള രീതിയിൽ വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള കർട്ടൻസും ബ്ലൈൻഡ്സും നൽകി കൂടുതൽ മനോഹാരിത കൂട്ടിയിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും അണിയിച്ചൊരുക്കപ്പെട്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ സ്പേസിന് തൊട്ടുമുകളിൽ വരുന്ന വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ഇത്. ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നമുക്ക് കാണുവാനായി കഴിയും. കോർണർ ഭാഗത്തായി വലിയൊരു വാർഡ്രോബും മനോഹരമായിട്ടുള്ളതായി തീർത്തിരിക്കുന്നു. ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും വീടിൻ്റെ ഭംഗി കൂട്ടുന്ന ബാൽക്കണി ഭാഗത്തേക്കുമാണ്. മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ രണ്ടു ഭാഗങ്ങളിൽ നിന്നും നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം. എറണാകുളം ജില്ലയിൽ നിർദ്ദിഷ്ട സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് വെറും 180 മീറ്റർ മാത്രം ദൂരത്തിലായി 3 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1850 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 69 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. വീട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി താങ്കൾക്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ 90% ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഈ വീടിന് ഏർപ്പാടാക്കി നൽകുന്നതാണ്. കുറഞ്ഞ വിലയിൽ കളമശ്ശേരിക്ക് സമീപത്തായി ആർക്കിടെക്ചറൽ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവച്ചത്. ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.